ഹലോ ഹലോ, കാർത്തിക് എന്താ ഇവിടെ? പപ്പി എന്താ ഇവിടെ? ഞാനൊരാളെ കാത്തു നിന്നതാ. എന്തു പറ്റി? അത് പിന്നെ ഞാനൊരു സത്യം പറയാം. ഞാൻ പപ്പിയെ കാണാൻ. വേണ്ട, ഉരുളണ്ട. എനിക്കറിയാം, ശാലിനെ വിളിച്ചു പറഞ്ഞില്ലേ ഞങ്ങളിവിടെ വരുമെന്ന്. ആര്? ഇനി ഏതായാലും ഞാൻ നിങ്ങൾക്കൊരു ശല്യാവുന്നില്ല. അല്ലാതെ കാർത്തിക്, today you look so smart. നടു റോഡിൽ നിന്ന് പഞ്ചാര അടിക്കാതെ വല്ല ഐസ്ക്രീം പാർലറിലോ മറ്റോ ചെല്ല്. എന്നിട്ട് അവളെ അങ്ങ് ഡ്രോപ്പ് ചെയ്തേക്ക്. കാർത്തികേട്ടാ, നമുക്ക് പോകാം. അവള് വന്നില്ലാന്ന് കരുതി നീ ഇത്ര ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിന്റെ കുഗ്രാമമൊന്നുമല്ല, സിറ്റിയാ, മെട്രോപൊളിറ്റൻ സിറ്റി. ഇവിടുത്തെ പെമ്പിള്ളേര് നിനക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ. നിന്നെ പോലെ ഒരു പാവത്തിനെ കിട്ടിയ അവളുമാര് വട്ടം കറക്കും. സിറ്റിയിലുള്ളവരെ മൊത്തം അടച്ചങ്ങനെ താൻ പറയണ്ട. നല്ലവരും കാണും. കാണില്ല. താ പോടാ പച്ച. ഒന്ന് ചിന്തിച്ച് നോക്കിയാ മതി. കുറച്ചു നേരം ഫോണിലൂടെ മിണ്ടി ഒറ്റ ദിവസം കൊണ്ട് ആ ബന്ധം ബസ് സ്റ്റോപ്പ് വരെ എത്തിച്ചവള്. അവള് തറയടാ. ചുമ്മാ സംശയത്തിന്റെ പേരിൽ ഒരു പെണ്ണിനെ അങ്ങനെ പറയരുത്. ചിലപ്പോ നല്ലവളാണെങ്കിലോ. അപ്പച്ച തന്നെ ഇടപെടരുതോ. അവള് തറയടാ, വെറും തറയാ. മതി, ഇനി പറയണ്ടൊന്നും. പാവം, നീ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. അവന്റെ മനസ്സിലെ പെണ്ണ് തറഞ്ഞു കയറിയിട്ടുണ്ടാവും. അവന്റെ മനസ്സിലല്ല, എന്റെ മനസ്സിലാ പെണ്ണ് തറഞ്ഞു കയറിയത്. മനസ്സിലായോ? ഇല്ല. അവൻ സ്നേഹിക്കുന്ന ആരാന്നറിയോ അപ്പച്ചന്? എന്റെ പപ്പിയെ. അവനെക്കാളും മുമ്പ് ഞാൻ ഇഷ്ടപ്പെട്ടത് അവളെ. അവനെക്കാളും മുമ്പ് ഞാനാ മിണ്ടിയത് അവളോട്. ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, വിട്ടുകൊടുക്കില്ല അപ്പച്ച. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.